ചേർത്തല കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ശ്രീ സൂക്തപൂർവക സൗഭാഗ്യ ലക്ഷ്മി യാഗത്തിന്റെ മുന്നോടിയായുള്ള സ്വാസംഗം ഓഫീസിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. വേണ്ട മുന്നൊരുക്കങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നൊരുക്കമാണ് ഈ സംഘാടക സമിതി എന്ന് പറയുന്നത്. കാരണം ഏത് പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് സംഘാടക സമിതിയുടെയും പ്രയത്നവും ശരിയായും ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഫലമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, കണ്ടമംഗലവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ പരിപാടികളും ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള സംഘാടക സമിതി രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും അതേപോലെ തന്നെ നല്ല രീതിയിൽ സംഘാടക സമിതി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അത് എല്ലാവരുടെ അനുവാദത്തോടുകൂടി ചടങ്ങ്. യാഗത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ പഴമയുടെ തനിമയോടെയാണ് സ്വാസംഗം ഓഫീസ് ഒരുക്കുന്നത്. തെങ്ങിൻ തടിയിൽ പഴയകാല വീടിന്റെ മാതൃകയിൽ വാസ്തുശാസ്ത്രപ്രകാരമാണ് നിർമ്മാണം. മേൽക്കൂരയിൽ ഓലമേയും വശങ്ങൾ ഓലയും പനമ്പും കൊണ്ട് മറയ്ക്കും. പൗരാണികതയുടെ ഛായ പകരുന്ന അലങ്കാരങ്ങളും ഉണ്ടാകും. കണ്ടമംഗലം ദേവസ്വം മുൻ വൈസ് പ്രസിഡന്റും കടക്കരപ്പള്ളി 552 നമ്പർ SNDP ശാഖായോഗം സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PM അരുൺകുമാർ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. സ്വാസംഗം ചെയർമാൻ അനിൽകുമാർ അഞ്ചാന്തറ അധ്യക്ഷനായി. രാധാകൃഷ്ണൻ തേറാത്ത്, തിലകൻ കൈലാസം, PA ബിനു, KP ആഘോഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ സ്വാസംഗം ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കാൽനാട്ട് കർമ്മം, അതിൻ്റെ സ്വാസംഗ ഓഫീസിൻ്റെ കാൽനാട്ട് കർമ്മമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഈ കർമ്മം നിർവഹിക്കുന്നത് ദേവസ്വത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും ഇപ്പോൾ 552 SNDP ശാഖായോഗത്തിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഈ സ്വാസംഗ ഓഫീസിൻ്റെ ഇത് നടത്തുന്നത്. അദ്ദേഹം ഈ ക്ഷേത്രസമിതിയായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ യാഗത്തിൻ്റെ സംഘാടക സമിതിയായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. നമ്മളുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ക്ഷണിച്ചത്.